SP യുടേതാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ വികസനത്തെ UDF സർക്കാർ അവഗണിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേകതര സമരം ഇപ്പോൾ മണ്ഡലം കേന്ദ്രീകരിച്ച് BJP നടത്തുന്നു. എന്തിനാണ് ഈ ഉടായ്പ് സമരം നടത്തുന്നതെന്ന് മുരളീധരൻ എന്ന MLA യോട് ചോദിക്കുകയാണ്. കാര്യം നിങ്ങളൊരു ദൃശ്യം കാണിച്ചു തരാം. ഈ അവഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും നടത്തണമെന്നല്ലേ? ഇപ്പോൾ ഭരിക്കുന്നവരാണ്, കോൺഗ്രസ് കൂടി ആഗ്രഹിച്ച UDF സർക്കാരാണ്. അതേ UDF സർക്കാരുമായിട്ട് എങ്ങനെയാണ് മുരളീധരനുള്ള ആത്മബന്ധവും നിങ്ങൾ കാണണ്ടേ? ആ ദൃശ്യം കണ്ടതിന് ശേഷം നിങ്ങൾ പറയൂ, ഒത്തൊരുമിച്ച് വിസിൽ പോടി നടക്കുന്നവർക്ക് അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ ഈ ദൃശ്യം ഒന്ന് കണ്ടേ. കണ്ടല്ലോ, എത്ര താളത്തിൽ, എത്ര മനോഹരമായി രണ്ടുപേരുടെ വിസിൽ പോടുകയാണ്. ആരാണ്? മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇപ്പോഴത്തെ. അദ്ദേഹത്തുമായിട്ട് ഇത്രയും ആത്മബന്ധവും വലിയൊരു പരിപാടിയിൽ ഒരുമിച്ച് നിന്ന് രണ്ടുപേരും വിസിലടിക്കുന്ന ആവേശമൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ പറ, അവഗണന നടത്താൻ വല്ല വഴിയുണ്ടോ? പിന്നെ ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? കാര്യം നാട്ടുകാരുടെ കണ്ണി പൊടിയിടണമെങ്കിൽ നമ്മൾ ചില പരിപാടികളൊക്കെ ഇതുപോലെ നടത്തിയിട്ട് അവരെ മുന്നിൽ അയ്യോ അവഗണിക്കുന്നതെന്നാണ്. സ്വന്തം കഴിവുകേട്. കാര്യം ഞാൻ എന്തെങ്കിലുമൊക്കെ മണ്ഡലത്തിന് വേണ്ടി പ്രോജക്റ്റ് തയ്യാറാക്കി നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇന്നലകളിൽ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്ത കുറേ പ്രോജക്റ്റുകളുണ്ട്, കുറേ വീഴ്ചകളുണ്ട്. അതൊന്നും ഇല്ലാന്നൊന്നുമല്ല. മണ്ഡലം മുഴുവൻ സമ്പൽ സമൃദ്ധമൊന്നുമല്ല. കുറേ പദ്ധതികൾ ചെയ്തു, കുറേ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ മറികടക്കാനാണല്ലോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൊണ്ടുവന്നപ്പോൾ ഈ നാടിനെ ഇടത് സർക്കാർ മോശമായിരുന്നു, കോൺഗ്രസ് സർക്കാരാണ് വരേണ്ടതെന്ന് BJP ആഗ്രഹിച്ചു. BJPയെ സഹായിച്ചുകൊണ്ട് 3 സീറ്റ് കോൺഗ്രസ് നേടിക്കൊടുത്തു. തിരുവനന്തപുരം നഗരസഭ അവർക്ക് കൈവെള്ളയിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ഇടതുപക്ഷത്തെ മാറ്റി നിർത്തിയതിന് ശേഷം ഒരുമിച്ച് വിസിലും പോടി നടന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് പറയുകയാണ് ഞങ്ങളെ അവഗണിക്കുന്നു. അത്ര ആരവഗണിക്കുന്നു? ഇത് പറയാൻ എന്തെങ്കിലും നാണം വേണ്ടേ? അതായത് ഇപ്പോൾ UDF സർക്കാർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് UDF സർക്കാരിലെ മന്ത്രിമാരോടെ നാട് നീളെ വിസിലും അടിച്ച് നടക്കുന്ന ഒരു MLA ഇത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം? നിങ്ങൾ തന്നെ ആ ദൃശ്യം കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരുമിച്ച് ഇത്രയും ആത്മബന്ധം ഇല്ലാത്ത രണ്ടുപേർ എണീറ്റ് ഇതുപോലെ വിസിലടിക്കും. ഒരു വിസിലടിക്കുന്ന BJPക്കാരല്ല കൂടെ വന്നിട്ട്, ഒരു വിസിലടിച്ചുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തല ഇത്ര സ്നേഹപൂർവ്വം അടുത്ത് നിർത്തി ഒരു വിസിൽ ഊതാൻ കൊടുത്ത മനുഷ്യനെ അവഗണിച്ചു എന്നൊക്കെ ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ പറയുന്നത്? ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് ഒരു സംഭവം. കാര്യം നഗരസഭ ഭരിക്കുന്നത് അവരാണ്, ഫണ്ട് ഇവരുടെ കൈവശമാണ് ഉള്ളത്. നഗരസഭയാണ് കഴക്കൂട്ടത്തെ 15 വാർഡുകളോളം ഉള്ളത്. അവിടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി. സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ ഇവരൊപ്പം തന്നെ മച്ചാ ബന്ധം സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ, കാര്യം ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നില്ലേ, അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ ഏതെങ്കിലും കാര്യത്തിൽ കോൺഗ്രസ്സുകാർ ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ BJP അല്ലെങ്കിൽ സംഘപരിവാറായിട്ടുള്ള VCമാരെ നിയമിക്കുന്നു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒപ്പം നിർത്തിക്കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ മുരളീധരൻ എന്ന MLA അദ്ദേഹത്തിൻ്റെ ഈ നാടകമൊക്കെ നിർത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ എല്ലാ സാഹചര്യവും കോർപ്പറേഷൻ കൈവശമുണ്ട്, ഒപ്പം തന്നെ നിങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അവഗണിച്ചേ എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കാതെ, പുതിയ പദ്ധതികൾ നടപ്പാക്കാതെ, ഈ പറയുന്ന മണ്ഡലത്തിൽ നിരവധി കുടിവെള്ള പ്രശ്നം, റോഡുകൾ ടാർ ചെയ്യാത്ത അവസ്ഥ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ 3 മാസത്തിനകം അല്ലെങ്കിൽ അധികാരത്തിൽ വന്നുടനെ നടപടിയെടുക്കുമെന്നൊക്കെ മോഹന വാഗ്ദാനം കൊടുത്തിട്ട് ഒരുമിച്ച് വിസിൽ പോടി നടന്നിട്ട് അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ മണ്ഡലത്തിലുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് വിനീതമായിട്ട് MLA അറിയിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് ആത്മാർത്ഥമായി വിയർപ്പൊഴുക്കി പണിയെടുക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.